എങ്ങനെയാണ് ഒരു ബേസിക് ലെവലിലുള്ള ഒരു PDF നിർമ്മിക്കുക എന്നതാണ് നമ്മൾ ഈ വീഡിയോനകത്ത് പറയാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് WPS ഓഫീസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിനകത്ത് പ്ലേ സ്റ്റോറിൽ വഴി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുറന്നു വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. ആ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് വരും. ഡോക്യുമെൻറ്റ്, പ്രസൻറ്റേഷൻ, സ്പ്രെഡ്ഷീറ്റ്, PDF അങ്ങനെയുള്ള. ഇതിനകത്ത് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ PDF നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടെക്സ്റ്റും നമ്മളുടെ ചിത്രങ്ങളൊക്കെ കമ്പോസ് ചെയ്തെടുക്കുന്നത്. അപ്പം ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഫയലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഏരിയ വരും. അപ്പം ബ്ലാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാറ്ററിൻ്റെ കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കുക എന്നുള്ളതാണ്. നമ്മുടെ മാറ്റർ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ചേർക്കുക. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു മാറ്റർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്താണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ മാറ്റർ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചു. നമുക്ക് ഇതിനകത്ത് ഇതൊരു കോവിഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. ഈ മാറ്ററിൻ്റെ അകത്തുള്ള ചില ഹെഡിങ് ഒക്കെ കുറച്ച് ഭംഗിയാക്കണം. അപ്പം നമുക്ക് ഈ ഫോണ്ട് സ്റ്റൈലും ഫോണ്ടിൻ്റെ കളറും ഫോണ്ടിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഒന്ന് റെഡി ആക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹെഡിങ്ങുകളിൽ നമുക്കൊന്ന് വലുതാക്കാം. ആദ്യം നമ്മൾ അതിനെ ഒന്ന് സെലക്ട് ചെയ്യാണ്. ആ ഒരു വാചകത്തെ ഒന്ന് സെലക്ട് ചെയ്യാണ്. ആ വാചകത്തെ മുഴുവൻ സെലക്ട് ചെയ്ത് നമുക്കതിനൊന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോണ്ട് സ്റ്റൈലും ഫോണ്ടിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ടൂൾ ബോക്സ് താഴെ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ A എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ബോൾഡ് ആക്കാൻ B എന്ന് പറയുന്ന ലെറ്ററിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡായി. ഇനി അതിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടാൻ A+ എന്ന് പറയുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലുതായി. ഓക്കെ, വലുതായി. നമുക്ക് ഇനി അതിനൊന്ന് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യണം. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞ കളറിലെ ഹൈലൈറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അത് ഹൈലൈറ്റ് നമുക്കതിനെ അലൈൻമെൻറ്റ് ചെയ്യണം. അലൈൻമെൻറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സെൻറ്ററിലാക്കുക, ലെഫ്റ്റ് സൈഡാക്കുക, താഴെയാക്കുക, മുകളിലാക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസിനാണ് അലൈൻമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു അലൈൻമെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എയുടെ ബട്ടൺസിൻ്റെ അടുത്ത് തന്നെയായിട്ട് ആ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ സൈഡിലാണ് അലൈൻമെൻറ്റ് ഉള്ളത്, ഏതെങ്കിലും ഒരു സൈഡിലാണ്. നമുക്കതിന് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇപ്പം നമ്മൾ സെൻറ്ററിലേക്ക് അലൈൻമെൻറ്റ് ചെയ്തു. ഒന്ന് പുറത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സെറ്റായി. ഇനി നമുക്ക് ഒരു ചിത്രം ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തണം. ഒരു ചിത്രം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ടൂൾ ബോക്സിനകത്ത് താഴെ ഭാഗത്ത് പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മോർ ടൂൾസ് എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിക്ചറിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാലറിയിലകത്തേക്ക് പോകും. ഗ്യാലറിയിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ചിത്രങ്ങൾ അവ ഉപയോഗിക്കാം. അവ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. നമ്മൾ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചിത്രം, നമ്മളുടെ ചിത്രം നമ്മളത് നമുക്ക് പറ്റാവുന്ന ഇടത്തേക്കൊന്ന് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുന്നു. നമുക്ക് പറ്റാവുന്ന ഏരിയ ഏതാണോ ആ ഏരിയയിലേക്ക് കൊണ്ടുവെക്കുന്നു. യെസ്, നമുക്ക് ആ ചിത്രത്തിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. അപ്പം നമുക്ക് നമ്മൾ ചിത്രം ആഡ് ചെയ്തു. ഇനി നമുക്ക് ഒരു പേജ് കൂടെ കൂട്ടണം, അടുത്ത പേജ് കൊണ്ടുവരണം. അടുത്ത പേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് മോർ ടൂൾസിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പോർട്രേറ്റ് ബ്ലാങ്ക് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. പോർട്രേറ്റ് ബ്ലാങ്ക് പേജ്, അതായത് അടുത്ത പേജ്. ഇപ്പോൾ രണ്ടാമത്തെ പേജായി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേജും ഇതേപോലെ കൊണ്ടുവരാം. ഇതിനകത്ത് നമുക്ക് ടൂൾ ബോക്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഇൻസേർട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോക്സസ് ആഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഡാറ്റാസും മറ്റും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ടേബിൾസ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ടേബിൾസിനകത്ത് നമുക്ക് അതേ രീതിയിലുള്ള ഡാറ്റാസ് അവതരിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. മറ്റു കാര്യങ്ങൾ ഇപ്പം അതേപോലെ ഇൻസേർട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ ഷേപ്സുകൾ, നമുക്ക് വൃത്തങ്ങൾ അല്ലെങ്കിൽ ചതുരങ്ങൾ, നമ്മൾ ഗണിതവുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള മാറ്ററൊക്കെ ഉൾപ്പെടുത്തുമെങ്കിൽ ആ മാറ്ററൊക്കെ ഉൾപ്പെടുത്താനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ടെക്സ്റ്റ് ബോക്സുകൾ, അതായത് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഏരിയയിൽ ചില വാചകങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സുകൾ ഉൾപ്പെടുത്താൻ ഉള്ള ഓപ്ഷൻസുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ലെവലിലുള്ള നമ്മുടെ PDF-ൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഇത് നിർമ്മിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, ഒരു ഫോർമാറ്റ് PDF ഫോർമാറ്റിലേക്ക് ആയിട്ടില്ല. നമുക്കതിനെ PDF ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ പോയിട്ട് നമ്മൾ സേവ് എന്ന് പറയുന്ന ബട്ടൺ അടിക്കുന്നു. സേവ് എന്ന് പറഞ്ഞ ബട്ടൺ അടിക്കുന്നു. അപ്പം നിങ്ങളുടെ പാത്ത് ഏതാണെന്ന് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. അതായത് പാത്ത് WPSൻ്റെ ക്ലൗഡിലാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ
WPS അല്ലാതെ നിങ്ങളുടെ പാത്ത് തന്നെയാണോ സേവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണം. അപ്പോൾ ലോക്കലായിട്ടുള്ള നിങ്ങളുടെ ഫോൺ മെമ്മറീൻ്റെ അകത്തേക്ക് സേവ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻസ്. അപ്പോൾ സേവ് ചെയ്യുന്ന സമയത്ത് അവസാനമായിട്ട് ഇവിടെ DOC എന്ന് പറയുന്ന ഡോഗ് ഫോർമാറ്റിലാണോ മോർ, അതായത് നിങ്ങൾക്ക് PDF ഫോർമാറ്റിലാണ് വേണ്ടതെങ്കിൽ അവിടെയുള്ള മോർ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ഫോർമാറ്റ് എന്നുള്ള ഇത് വരും. PDF ഫോർമാറ്റിലേക്ക് ആക്കിയതിന് ശേഷം എക്സ്പോർട്ട് ടു PDF അടിക്കുക. അപ്പോൾ ആ ഒരു ഫയൽ നിങ്ങൾക്കിവിടെ സക്സസ്ഫുള്ളി സേവ്ഡ് ആയതായിട്ട് കാണിക്കും. അപ്പം വ്യൂ നൗ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയലിനകത്തേക്ക് പോകും. ആ ഫയൽ അവിടെ ഓപ്പൺ ആകും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഫയലാണിത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് ഞാനത് വളരെ നീറ്റൊന്നും ആക്കിയിട്ടില്ല. ഏറ്റവും ബേസിക് ലെവലിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. നിങ്ങൾക്കിത് ഇവിടെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷെയർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിനകത്തേക്കൊക്കെ മറ്റും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഈ ഒരു WPS എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മുഴുവനായിട്ടും സൗജന്യമല്ല. ഇതിൻ്റെ ചില ടൂളുകളൊക്കെ ഉപയോഗിക്കാൻ പെയ്ഡ് വെർഷൻസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. എന്നിരുന്നാൽ പോലും ഒരുപാട് സൗകര്യങ്ങളുള്ള ആപ്ലിക്കേഷനാണ് WPS. നമുക്ക് പ്രസൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ PPT നിർമ്മാണം സൗകര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരുന്ന വീഡിയോനകത്ത് നമുക്ക് PPT നിർമ്മാണം എങ്ങനെ എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് വീണ്ടും കാണാം. താങ്ക്